വളർന്ന് 150-170 പേര് വരെയുള്ള ഒരു വലിയ കൂട്ടായ്മയായി വളർന്ന് ഇപ്പോഴും വളരെ ഭംഗിയായി നമ്മളെല്ലാ വർഷവും ഓണവും വല്ലപ്പോഴും ഒക്കെ ക്രിസ്മസും ആഘോഷിച്ച് മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ഇടയ്ക്ക് 2 വർഷം കോവിഡ് കാലത്ത് ഒരു വർഷവും പിന്നീട് നാട്ടിലെ പ്രളയകാലത്ത് ഒരു വർഷവും മാത്രമാണ് നമ്മൾ ഈ ഓണാഘോഷത്തിന് പങ്കുവരുത്തിയിട്ടുള്ളത്. അതുകൂടാതെ എല്ലാ വർഷവും നമ്മൾ ഭംഗിയായി ഓണം ആഘോഷിക്കാറുണ്ട്. നമ്മളെല്ലാ വർഷവും ഈ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കമ്മിറ്റി പോലെ 3-4 പേരെ ചുമതലപ്പെടുത്തും. ഈ വർഷം നമ്മളുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായി നമ്മൾ തിരഞ്ഞെടുത്തത് അനിൽ തോമസിനെയും ദിയായിനെയും മാധവനെയാണ്. അവർ 3 പേരുമാണ് ഈ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും ഇതുവരെ കോർഡിനേറ്റ് ചെയ്തതും ഇന്ന് വൈകുന്നേരം വരെയുള്ള പരിപാടികൾ ഏകോപിപ്പിക്കുന്നതും. സാധാരണ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ വിശിഷ്ടാതിഥികളായിട്ട് VIPസിനെ ഒന്നും വിളിക്കാറില്ല. നാട്ടിൽ നിന്ന് നമുക്ക് എത്തിച്ചേരുന്ന നമ്മളെ സന്ദർശിക്കാനൊക്കെ എത്തുന്ന മാതാപിതാക്കളിൽ മുതിർന്ന ആളുകളെയാണ് നമ്മൾ വിളിക്കുന്നത്. ഭാഗ്യവശാൽ നമുക്ക് ഇത്തവണ ഒത്തിരി മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും നമുക്ക് വിളിച്ച് തിരിക്കാൻ 5 തിരിയേ ഉള്ളൂ. മാത്രമല്ല അങ്ങനെ നമ്മൾ എല്ലാവരെയും വിളിച്ച് സ്റ്റേജ് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മുതിർന്ന 4 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഉദ്ഘാടനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ഒന്ന് സ്മിതയുടെ അച്ഛനും അമ്മയും, ഒന്ന് ഗംഗയുടെ അച്ഛനും അമ്മയും. അവരാണ് എന്റെ ഒരു നോട്ടത്തിൽ ഇവിടെ പ്രായം കൂടുതലായിട്ട് കണ്ടത്. അവിടെ നിങ്ങൾ 4 പേരും സ്റ്റേജിലേക്ക് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ അനിലും മാധവനും ദിയായും നിങ്ങളും സ്റ്റേജിലേക്ക് വരണം പ്ലീസ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് ചെറിയ ചില സ്പോൺസർമാരുണ്ട്. ഒന്ന് നമ്മുടെ രുചി ഫുഡ്സ് ആണ്. അതുപോലെ കൽഹാന കളക്ഷൻസ്, നമ്മുടെ തന്നെ അംഗങ്ങളിൽ ഒരാളായ ഗംഗയുടെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പാണത്. ചെറുതാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നല്ലൊരു സ്റ്റാർട്ടപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. കൽഹാന കളക്ഷൻസ് ആണ് നമ്മുടെ ഈ റാപ്പിൾസിന്റെ 1ാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പട്ടുസാരിയാണ് 15,000 രൂപയുടെ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും സാരി തന്നെയാണ് നമുക്ക് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ അത് 1ാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നവരാണ്. 2ാം സമ്മാനം 10 കിലോ കുത്തരി. അത് രുചി ഫുഡ്സിന്റെ കായൽ പ്രോഡക്ട്സിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയ രുചി ഫുഡ്സിന്റെ ആണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ ഗ്രൂപ്പിലെ അംഗങ്ങളായ സായുജും മയൂഖയും ചേർന്ന് നടത്തുന്ന മറ്റൊരു സംരംഭമാണ് നമുക്കറിയാം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അവരുടെ ഒരു കൗണ്ടർ നമ്മുടെ ഈ ഹാളിന്റെ പിൻവശത്തുണ്ട്. അപ്പൊ നമുക്കെല്ലാം നമ്മുടെ ഒരു ഫ്രീ ഹെൽത്ത് ചെക്കാണ് അവരിന്ന് നടത്തുന്നത്. ഞാനൊക്കെ നടത്തി നോക്കി. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നടത്തിയതുകൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പോയി സൗകര്യം പോലെ ഹെൽത്ത് ചെക്കിൽ പങ്കെടുക്കാം. അപ്പൊ അവര് നമുക്ക് കുറച്ച് നല്ല ആരോഗ്യപരമായിട്ട് ആരോഗ്യങ്ങളായിട്ട് ഇരിക്കാനുള്ള ടിപ്സുകൾ പറഞ്ഞു തരും. അവരുടെ പ്രോഗ്രാമിൽ ചേരണമെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാവും. ആ കൗണ്ടർ ഇന്ന് മുഴുവൻ സമയം അവിടെ ഉണ്ടാവും. അപ്പൊ ഇവർ 3 പേരുമാണ് നമ്മുടെ സ്പോൺസർമാര്. പിന്നെ നമ്മുടെ മിഡ്ലാൻഡ്സ് ഇൻഷുറൻസ് കമ്പനി, സിബീസ് ഇൻഷുറൻസ് നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെന്റും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഓണപരിപാടി സ്പോൺസർ ചെയ്തിരുന്നത് സിബി ആയിരുന്നു. അപ്പൊ സിബീസ് ഇൻഷുറൻസ്, മിഡ്ലാൻഡ്സ് ഇൻഷുറൻസ് കമ്പനി, അവരും നമ്മുടെ സ്പോൺസർമാരാണ്. 4 പേരാണ് നമ്മുടെ പ്രോഗ്രാംസ് സ്പോൺസർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ഈ പ്രോഗ്രാമിന് ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു റാപ്പിഡ് ടിക്കറ്റ് അത് എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ്. സമ്മാനം ഞാൻ പറഞ്ഞു. ഒന്ന് പിള്ളേര് അതിനുവേണ്ടി നിങ്ങളെ സമീപിക്കുമ്പോൾ അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ച് നമ്മുടെ ഒരു ഫണ്ട് റൈസിംഗിന്റെ ഭാഗമാണ്. സ്ഥിരമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ചായന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ വാശിയോടുകൂടി ടിക്കറ്റ് എത്തിത്തോടെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കരുതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിർമ്മിക്കുന്നില്ല. പതിവ് പോലെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നമ്മൾ ഓണസദ്യ ആരംഭിക്കും. ആ സദ്യക്ക് ശേഷം പിന്നീട് ഉച്ച കഴിഞ്ഞാണ് നമ്മുടെ പടികൾ നടക്കുന്നത്. എല്ലാവരും കലാപരിപാടിക്ക് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അത് കലാപരിപാടി പങ്കെടുക്കുന്നവർ മാത്രം അതിന്റെ അടിയറയിൽ പോവുകയും ബാക്കിയുള്ളവരെല്ലാവരും
അത് കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പരിപാടികൾ ഔപചാരികമായി ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി മിന്നു ആൻഡ് ടീം പ്ലീസ്. ചൊല്ലുവാൻ നാവിനാകേണമേ സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിടയാകണേ സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ ജീവങ്ങളാകെയും ജന്മബിന്ദുവായിടണേ ജാതി ഭേദങ്ങളിൻ്റെ ശാപമോ ദൂരെ മറിയണമേ ലോകവും നിന്നു പാഠമെന്നുമേ മനസ്സിലെഴുതേണമേ ആ താങ്ക് യു. താങ്ക് യു ദിയ ആൻഡ് മിന്നു. നമ്മൾ തിരിതെളിച്ച് ഔദ്യോഗികമായി നമ്മുടെ ഓണാഘോഷം 2024 ഉദ്ഘാടനം ചെയ്യാവുകയാണ്. അതിന് ഞാൻ പേരൻസിനെ 4 പേരെയും വിളക്കിനടുത്തേക്ക് ക്ഷണിക്കാം. സാധാരണ നമ്മൾ 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ കൺവീനർ സാബു എപ്പോഴും കൂടെ ഉണ്ടാറുള്ളതാണ്. സാബു ഓൺ ദ വേ 406 സ്റ്റക്കായി പോയി നിൽക്കുകയാണ്. ഏത് നിമിഷവും പുള്ളി വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടോ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ 4ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇത്രയും തവണ വന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു അവസരമാണിത്. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഇവിടേക്ക് പോകുന്നതിന് ശേഷം, അതായത് ഏകദേശം 20 വർഷത്തിന് ശേഷം എൻ്റെ മോളുമായിട്ട് ഒത്തുചേർന്നുള്ള ഒരു ഓണമാണിത്. അത് വളരെ ഏറ്റവും മധുരമുള്ളതാണ്. അത് നിങ്ങളോടൊപ്പം കൂടി ആഘോഷിക്കാനുള്ള അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ